കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെല്ലർ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ബയ്യർ ഉണ്ട്. നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. അതേപോലെ തന്നെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ പറയണം കേട്ടോ, എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്തുണ്ടെങ്കിലും തുറന്ന് പറയാം കേട്ടോ. അപ്പൊ എ എന്ന് പറയുന്ന ഒരു സെല്ലർ എന്ത് ചെയ്യും? സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് ബിക്ക് ക്രെഡിറ്റിന് വിറ്റു. ഓക്കെ, ബി എന്ന് പറയുന്ന ബയ്യർക്ക് വിറ്റു. അപ്പൊ സെല്ലർ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? കടം കൊടുത്ത ആളാണ് അല്ലെ. കടം കൊടുത്ത ആൾ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റർ ആണ്. ബി എന്ന് പറയുന്ന ആള് കടം വാങ്ങിയ ആളാണ്. അയാൾ ആരാണ്? ഡെപ്റ്റർ ആണ്. ഇതാണ് നമ്മുടെ നോർമൽ കേസ് എന്ന് പറയുന്നത്. സെല്ലർ ക്രെഡിറ്റർ ആണ്, ബയ്യർ ഡെപ്റ്റർ ആണ്. നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. ക്യാഷ് ആർക്കാണോ ക്യാഷ് കിട്ടാനുള്ളത് അയാളെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. ആരാണോ കടം വാങ്ങിയത് അയാളെ നമ്മൾ ഡെപ്റ്റർ എന്ന് പറയും. എന്നാൽ ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ ഈ ക്രെഡിറ്റർ ആണ് ആര്? ഡ്രോയർ എന്ന് പറയുന്നത്. ഓക്കെ, ബില്ല് ഡ്രോൺ ചെയ്യുന്നത് ക്രെഡിറ്റർ ആണ്. അപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ നമ്മൾ സെല്ലറെ അല്ലെങ്കിൽ ക്രെഡിറ്ററെ നമ്മൾ പറയാം ഡ്രോയർ എന്നാണ് പറയാം. അതേപോലെ തന്നെ ഡെപ്റ്റർ അല്ലെങ്കിൽ ബയ്യർ നമ്മൾ പറയാം ഡ്രോയി ആണ് പറയാം. ഓക്കെ, ഈ രണ്ട് പാർട്ടീസ് കമ്പൽസറി ആയിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു പാർട്ടിയാണ് പേയി എന്ന് പറയുന്നത്. ഈ പേയി എന്താണ്? ഒന്നെങ്കിൽ എ തന്നെ ആയിരിക്കും പേയി ആയിട്ട് വരുന്നത്. ഓക്കെ, ചില സമയത്ത് എ തന്നെ ആയിരിക്കും പേയി ആയിട്ട് വരുന്നത്. അതായത് ഡ്രോവർക്ക് തന്നെയായിരിക്കും ക്യാഷ് കൊടുക്കുന്നുണ്ടാവുക. 3 മാസത്തിന് ശേഷം ആ ഒരു എമൗണ്ട്, ക്രെഡിറ്റിന് സാധനങ്ങൾ വാങ്ങിയ എമൗണ്ട് ഡ്രോവർക്ക് തന്നെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ആ കേസിൽ ആരാണ് പേയി എന്ന് പറയുന്നത്? ഡ്രോവർ ആണ് പേയി എന്ന് പറയുന്നത്. എന്നാൽ ചില സമയത്ത് എന്തായിരിക്കും? പേയി എന്ന് പറയുന്നത് ഒരു മൂന്നാമതൊരു പേഴ്സൺ ആയിരിക്കും. എ പറയാണ് ഇത്ര തീയതിക്കുള്ളിൽ അയാൾക്ക് പൈസ കൊടുത്താൽ മതി, സിക്ക് പൈസ കൊടുത്താൽ മതി എന്ന് എ ബിനോട് പറയാണ്. ഓക്കെ, സെല്ലർ എന്ത് ചെയ്യാ? ബയ്യറോട് പറയാണ് നിങ്ങൾ ഇത്ര കാശ് കൊടുക്കാനുള്ളത് എനിക്ക് തരണ്ട, അത് ഇത്ര തീയതി സി എന്ന് പറയുന്ന ആൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാല് സിക്കാണ് ഡ്രോയി ക്യാഷ് കൊടുക്കുക. അപ്പൊ ആ സമയത്ത് പേയി എന്ന് പറയുന്നത് അവിടെ സി ആണ്. ഈ കോൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഡ്രോവർ ആരാണ്, ഡ്രോയി ആരാണ്, പേയി ആരാണെന്നുള്ളത് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. എന്നാലേ നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലേ? ഇനിയാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, സെല്ലർ അല്ലെങ്കിൽ ഡ്രോയർ എന്ത് ചെയ്തു? ബില്ല് ഡ്രോൺ ചെയ്തിട്ട് ഡ്രോയിക്ക് കൊടുക്കും. ഡ്രോയി അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? തിരിച്ച് നമ്മുടെ ഡ്രോവർക്ക് തന്നെ കൊടുക്കും. ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ബില്ല് റിസീവ് ചെയ്യുന്ന ആൾ ആരാണ്? ഡ്രോവർ ആണ് അല്ലെ. ബില്ല് റിസീവ് ചെയ്യാൻ ഡ്രോയറെ സംബന്ധിച്ച് അയാൾ പ്രിപ്പയർ ചെയ്ത ബില്ലാണെങ്കിൽ കൂടി മറ്റേയാള് ഡ്രോയി ആക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നീട് അയാൾ അത് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോയറെ സംബന്ധിച്ച് ഈ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റ് ആണ്. കാരണം ആ ബില്ലിന്റെ മേലെ ഒരു 10,000 രൂപയുടെ ബില്ലാണ് ഡ്രോൺ ചെയ്തതെന്നുണ്ടെങ്കിൽ ആ 10,000 രൂപ അയാൾക്ക് ഫ്യൂച്ചറിൽ കിട്ടാനുള്ള എമൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്താണ്? കറണ്ട് അസറ്റ് ആണ്. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ഡ്രോയി അല്ലെങ്കിൽ പർച്ചേസർ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് ആ ബില്ല് അയാൾ എന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്തിട്ട് ഡ്രോവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് അയാൾ ബില്ല് അങ്ങോട്ട് കൊടുക്കുകയാണല്ലേ ചെയ്യുന്നത്. അയാൾ എന്ത് ചെയ്യണം? ഈ 3 മാസത്തിന് ശേഷം അയാൾ ആ എമൗണ്ട്, അയാൾക്കൊരു ബാധ്യതയാണ്. 3 മാസത്തിന് ശേഷം ആ ഡേറ്റ് ആവുമ്പോൾ ആ ഒരു 10,000 രൂപ അയാൾ ഈ ഡ്രോവർക്ക് കൊടുക്കണം. അപ്പൊ അത് അയാളെ സംബന്ധിച്ച് അതെന്താണ്? അതൊരു കറണ്ട് ലയബിലിറ്റി ആണ്. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് അയാൾക്ക് ഒരു കറണ്ട് ലയബിലിറ്റി ആണ്. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റും ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി ആണ്. അത് മറന്നു പോവരുത്, മാറിപ്പോവരുത്. ബിൽസ് റിസീവബിൾ കറണ്ട് അസറ്റ്, ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി. ഇനി നമ്മൾ ഈ ബില്ല് സ്വീകരിച്ചാൽ നമ്മൾ 4 വേസിലാണ് നമ്മൾ അത് ട്രീറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഈ 4 കേസാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഈ 4 കേസിലും വരുന്ന ജേണൽ എൻട്രീസ്, ഈ 4 കേസും ഡിസോണർ ആവുന്ന കേസിൽ വരുന്ന ജേണൽ എൻട്രീസ്, ഇത്രയാണ് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ പഠിക്കാനുള്ള എൻട്രീസ്. അപ്പൊ 4 വേസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്താ പറയുന്നത്? He may hold the bill till maturity and obtain the payment from the acceptor on due date. ഇപ്പോ ബില്ല് കിട്ടിയില്ലേ? ഡ്രോവർക്ക് എന്ത് ചെയ്തു? ബില്ല് കിട്ടി.
ആ ബില്ല് അയാൾ എന്ത് ചെയ്യാണ്, ഈ 3 മാസം അല്ലെങ്കിൽ എത്രയാണോ മെച്യൂരിറ്റി പീരീഡ്, ആ മെച്യൂരിറ്റി പീരീഡ് വരെ അയാൾ അത് ഹോൾഡ് ചെയ്ത് വെച്ചു. ആ മെച്യൂരിറ്റി ഡേറ്റ് ആയപ്പോൾ അയാൾ എന്ത് ചെയ്തു, ആക്സെപ്റ്ററുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി, ബില്ല് കൊടുത്തിട്ട് ക്യാഷ് വാങ്ങി. അതാണ് നോർമൽ കേസ് എന്ന് പറയുന്നത്. മെച്യൂരിറ്റി ഡേറ്റ് വരെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ബില്ല് മാറുന്നതിനെയാണ് നമ്മൾ നോർമൽ കേസിൽ, അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്, ദ ബിൽ ഈസ് ഡിസ്കൗണ്ട് വിത്ത് ഹിസ് ബാങ്കർ ഫോർ ഇമ്മീഡിയറ്റ് ക്യാഷ്. അതായത് ഇപ്പൊ ഈ ഡ്രോവർക്ക്, ഇപ്പൊ നമ്മൾ ഒരാളുടെ പേര് വെച്ച് പറയാണ്, ഇപ്പൊ ഇവിടെ സുധിനുണ്ട്, അനുപ്രിയ ഉണ്ട്, അനുപമ ഉണ്ട്. ഓക്കെ, സുധിന എന്ന് പറയുന്ന ആളാണ് ഇവിടെ സെല്ലർ അല്ലെങ്കിൽ ഡ്രോവർ എന്ന് പറയുന്നത്. അനുപ്രിയ എന്ന് പറയുന്ന ആളാണ് ഇവിടെ ഡ്രോയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഈ സുധിന എന്ന് പറയുന്ന ആൾക്ക് എന്ത് വന്നു, ബില്ല് കിട്ടി അല്ലെ. അനുപ്രിയ ബില്ല് കൊടുത്തു, ഇത്ര 10,000 രൂപയുടെ ഒരു ബില്ല് അനുപ്രിയ കൊടുത്തു. ആ ബില്ല് സുധിനയുടെ കയ്യിലുണ്ട്. ആ മെച്യൂരിറ്റി ഡേറ്റ് ആവുമ്പോൾ സുധിനക്ക് ആ ഒരു 10,000 രൂപ കിട്ടും. പക്ഷേ സുധിനയ്ക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു, ക്യാഷിന് പെട്ടെന്ന് അത്യാവശ്യം വന്നു, വേറെ എവിടെ നിന്നും ക്യാഷ് കിട്ടാനില്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു അർജന്റ് നീഡ് വന്നാൽ സുധിൻ എന്ത് ചെയ്തു, ഈ 10,000 രൂപയുടെ ബില്ല് മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു. സുധിനയുടെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ബില്ല് മാറുകയാണ്. ആ ബില്ല് എടുത്തിട്ട് അതിന് പകരം ക്യാഷ് തരാൻ ബാങ്കിനോട് ആവശ്യപ്പെടുക. അതാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ ബാങ്ക് എന്താ ചെയ്യുക, ആ 10,000 രൂപയും ബാങ്ക് കൊടുക്കില്ല, കാരണം മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു എമൗണ്ട്, ഇപ്പൊ 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു 500 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയോ ഒക്കെ ഇവരെന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ആയിട്ട് പിടിക്കും. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് സുധിനയ്ക്ക് കൊടുക്കും. ഇതാണ് ഡിസ്കൗണ്ടിങ്ങിന്റെ കേസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നതിന് മുന്നേ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബില്ല് മാറുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ഫുൾ എമൗണ്ട് കൊടുക്കില്ല, ഒരു ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് കൊടുക്കുക. ആ കേസാണ് ബില്ല് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയുന്നത്. The bill is discount with his banker for immediate cash. The banker will deduct a small amount as discount and the balance amount is paid to him. Okay, ഇതാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കേസ് എന്താ, he may endorse the bill to his own creditors. ഇവിടെ ആരായിരുന്നു, സുധിനായിരുന്നു. സുധിനയുടെ കയ്യിലാണ് ബില്ലുള്ളത് അല്ലെ. ബില്ല് റിസീവ് ചെയ്തത് സുധിനയാണ്. സുധിന എന്ത് ചെയ്തു, സുധിനയ്ക്ക് ശാലിനിക്ക് ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു. ശാലിനിക്ക് സുധിന ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു. ശാലിനിയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് എന്തെങ്കിലും അതിന് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ശാലിനിക്ക് ഒരു 10,000 രൂപ സുധിന കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോ അനുപ്രിയയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ബില്ല് സുധിന എന്ത് ചെയ്തു, ശാലിനിക്ക് എൻഡോസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ. എൻഡോഴ്സ്മെന്റ് എന്താണെന്ന് അറിയാലോ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ആ ബില്ല് സുധിന ഈ 10,000 രൂപ അനുപ്രിയയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 10,000 രൂപയുടെ ബില്ല് സുധിന എന്ത് ചെയ്തു, നേരെ എൻഡോസ് ചെയ്തിട്ട് ശാലിനിക്ക് കൊടുത്തു. അപ്പൊ ആ ബില്ലിന്റെ മേലെ ഇനിയുള്ള ക്യാഷ് കിട്ടുമ്പോൾ അത് ശാലിനിക്കാണ് കിട്ടുക. ഓക്കെ, അതാണ് എൻഡോഴ്സ്മെന്റ് പറയുന്നത്. ഹി മേ എൻഡോസ് ദ ബില്ല് ടു ഹിസ് ഓൺ ക്രെഡിറ്റേഴ്സ്. ശാലിനി എന്ന് പറയുന്നത് സുധിനയുടെ ക്രെഡിറ്റർ ആണ്. ക്ലിയർ ആയല്ലോ എൻഡോഴ്സ്മെന്റിന്റെ കേസും. ഇനി നാലാമത്തെ കേസ് എന്ന് പറയുന്നത്, ഹി മേ സെൻഡ് ഇറ്റ് ടു ദി ബാങ്ക് ഫോർ കളക്ഷൻ ഓൺ ദി ഡ്യൂ ഡേറ്റ്. സുധിൻ എന്ത് ചെയ്തു, ഈ മെച്യൂരിറ്റി ഡേറ്റ് വരെ ആ ബില്ല് കെപ്റ്റ് ചെയ്തു. എത്രയാണോ ഡേറ്റ് വെച്ചിട്ടുള്ളത് അത് വരെ അത് കെപ്റ്റ് ചെയ്തിട്ട് നേരിട്ട് എന്ത് ചെയ്തു, ബാങ്കിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ബാങ്കിനോട് പറഞ്ഞു ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ സുധിന നേരിട്ട് ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് വാങ്ങല്ല ചെയ്തത്, ബാങ്കിനോട് ആ ഒരു എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞു. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും, നമുക്കൊരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കും അല്ലെ. നമ്മൾ റിലേഷൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ, ഏജന്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറില്ല. അപ്പൊ അതേപോലെ ഏജന്റ് ആയിട്ട് ബാങ്ക് ആക്ട് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും, സുധിനയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അതാണ് നാലാമത്തെ കേസ് എന്ന് പറയുന്നത്. ഈ കേസ് ഓക്കെ ആയോ നിങ്ങൾക്ക്? ഫസ്റ്റ് പറഞ്ഞത് മെച്യൂരിറ്റി ഡേറ്റ് വരെ ഹോൾഡ് ചെയ്തിട്ട് മെച്യൂരിറ്റി ഡേറ്റ് ആവുമ്പോൾ ഡയറക്റ്റ് അവരുടെ ആക്സെപ്റ്ററുടെ കയ്യിൽ നിന്ന് ബില്ല് മാറുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞത് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലാണ്. അതായത് മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നതിന് മുമ്പ് ബാങ്കിൽ പോയിട്ട് ബില്ല് മാറും. അപ്പൊ ആ സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും, ഒരു എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് പിടിക്കും, ബാക്കിയുള്ള എമൗണ്ട് കിട്ടും. ഇനി മൂന്നാമത്തെ കേസ് എന്താണ്, എൻഡോഴ്സ്മെന്റ് അല്ലെ. ഇയാൾ എന്ത് ചെയ്യാണ്, എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അയാൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ കിട്ടിയ ബില്ല് അയാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് മൂന്നാമത്തെ കേസ്. നാലാമത്തെ കേസ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്. ആ ഒരു ബില്ല് ബാങ്കിനെ ഏൽപ്പിച്ചു ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും, ആ മെച്യൂരിറ്റി ഡേറ്റ് തന്നെ ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ആ ഒരു ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നാലാമത്തെ കേസ്. ക്ലിയർ ആണല്ലേ?
മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണേ. ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത് കേട്ടോ ഇനി ഇതില്. അപ്പൊ ഇനി ജേണൽ എൻട്രീസ് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് കേസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? വെൻ ദ ബിൽ ഈസ് റീറ്റെയിൻഡ് ബൈ ദ ഹോൾഡർ ടിൽ മെച്യൂരിറ്റി. മെച്യൂരിറ്റി ഡേറ്റ് വരെ ആ ഒരു ബില്ല് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അല്ലേ? അപ്പൊ നോർമലി എല്ലാ കേസിലും എപ്പോഴാണ് നമ്മൾ ബില്ല് ഡ്രോൺ ചെയ്യാന്ന് പറഞ്ഞു? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ചെയ്യുന്ന സമയത്താണ് ബില്ല് ഡ്രോൺ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റത്തെ എൻട്രി എന്തായിരിക്കും വരിക? വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്. ഇവിടെ നമ്മൾ ഡ്രോവറുടെ ബുക്കും വരും, ഡ്രോയിയുടെ ബുക്കും വരും. കാരണം എന്താ? രണ്ട് പാർട്ടീസ് വരും അല്ലെ? അപ്പൊ ഡ്രോവറുടെ ബുക്കിലും നമ്മൾ ജേണൽ കാണിക്കണം, ഡ്രോയിയുടെ ബുക്കിലും നമ്മൾ കാണിക്കണം. അപ്പൊ അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് തന്നെ പഠിച്ചിട്ട് പോവാ കേട്ടോ. അപ്പൊ ഡ്രോയറുടെ ബുക്കില് ഡ്രോയർ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ സെല്ലർ അല്ലെ? ഇവിടെ സെല്ലർ അല്ലേ ഡ്രോയർ, അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്നൊക്കെ പറയുന്ന ആള്. അപ്പൊ ഡ്രോയർ എന്താ ചെയ്യുക? ക്രെഡിറ്റിന് സാധനങ്ങൾ വിൽക്കും. അപ്പൊ ആ സമയത്ത് ജേണൽ എൻട്രി എന്താ വരിക? വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്. സാധനങ്ങൾ നമ്മൾ ക്രെഡിറ്റിന് വിറ്റു. അപ്പൊ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഡെപ്റ്റേഴ്സിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞത് ആരായിരുന്നു? സുദിനയും അനുപ്രിയ അല്ലെ? സുദിന എന്ത് ചെയ്തു? അനുപ്രിയക്ക് സാധനങ്ങൾ കടത്തിന് വിറ്റു. അപ്പോ സുദിന എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ്, അനുപ്രിയ ഇവിടെ ആരാണ്? ഡെപ്റ്റർ ആണ്. അപ്പൊ ഡെപ്റ്റേഴ്സിന് പകരം അപ്പൊ അവിടെ പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനുപ്രിയ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് വരും. ഓക്കെ, കടം കൊടുക്കാനുള്ള ആളുടെ പേര് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഇതേ കേസ് തന്നെ ഡ്രോയിനെ സംബന്ധിച്ച് എന്താണ്? അവിടെ ക്രെഡിറ്റ് പർച്ചേസ് ആണല്ലേ? അവരെന്താ ചെയ്യുന്നത്? ഇപ്പൊ അനുപ്രിയ എന്ന് പറയുന്നത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യല്ലേ ചെയ്തത്? സുദിന സാധനങ്ങൾ വിറ്റു, അനുപ്രിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു ക്രെഡിറ്റിന്. അപ്പൊ അനുപ്രിയയുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഡ്രോയിയുടെ ബുക്കിൽ എങ്ങനെ വരിക? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് സുദിന എന്ന് പറയുന്നത് അനുപ്രിയയുടെ ക്രെഡിറ്റർ ആണ്. അപ്പോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു സുദിന അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഇത് ക്ലിയർ ആണല്ലോ? നമ്മൾ നോർമലി പഠിക്കുന്ന ജേണൽ എൻട്രി. ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലും. ഡ്രോവറുടെ ബുക്കിലാവുമ്പോ ക്രെഡിറ്റ് സെയിൽ ആയിരിക്കും. അതേ എൻട്രി തന്നെ ഡ്രോയിയുടെ ബുക്കിലാവുമ്പോ എന്തായിരിക്കും? ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കും അല്ലെ? ഡ്രോയർ സാധനങ്ങൾ ക്രെഡിറ്റിന് വിറ്റു, ഡ്രോയി ആ സാധനങ്ങൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു. ഈ കേസ് എല്ലാത്തിലും സെയിം ആയിരിക്കും. ഇപ്പൊ നമ്മൾ 4 കേസ് പറഞ്ഞില്ലേ? ഈ 4 കേസിലും ഫസ്റ്റത്തെ എൻട്രി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി രണ്ടാമത്തെ നോക്കൂ. ഓൺ റിസീവിംഗ് ദ ബിൽ ആക്സെപ്റ്റഡ്. നമ്മൾ പറഞ്ഞു അല്ലെ? സുദിന ബില്ല് ഡ്രോൺ ചെയ്തു, എന്നിട്ട് അത് അനുപ്രിയക്ക് കൊടുത്തു. അനുപ്രിയ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സുദിനയ്ക്ക് തിരിച്ചു കൊടുക്കും. അപ്പൊ ആക്സെപ്റ്റ് ചെയ്ത ബില്ല് സുദിന റിസീവ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അനുപ്രിയ ആക്സെപ്റ്റ് ചെയ്ത ബില്ല്, അതായത് ഡ്രോയി ആക്സെപ്റ്റ് ചെയ്ത ബില്ല് എന്ത് ചെയ്തു? ഡ്രോവർ വീണ്ടും ഡ്രോവർക്ക് കിട്ടുകയാണ്, റിസീവ് ചെയ്യാണ്. ആ സമയത്ത് ജേണൽ എൻട്രി എങ്ങനെയാ വരിക? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ്. ആ മേലെയുള്ള ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു അസറ്റിനെ നമ്മൾ ക്യാൻസൽ ചെയ്യണം. കാരണം എന്താണ്? അവിടെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന ഒരു അസറ്റ് വന്നു അല്ലെ? അങ്ങനെ ഡെബിറ്റിലുള്ള ഒരു അസറ്റിനെ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റിൽ പോകും. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ്. ജേണൽ എൻട്രി എഴുതാൻ അറിയാലോ? അപ്പൊ ബില്ല് കിട്ടി, ഡ്രോവർക്ക് എന്ത് കിട്ടി? ബില്ല് കിട്ടി. അപ്പൊ ബില്ല് കിട്ടിയാലുള്ള ജേണൽ എൻട്രി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ബില്ല് റിസീവ് ചെയ്തു. ഇതേ കേസ് തന്നെ ഓൺ ആക്സെപ്റ്റിംഗ് ദ ബില്ല്. അയാൾ എന്താ ചെയ്യുന്നത്? ഡ്രോയി എന്താ ചെയ്യുക? ആ ബില്ല് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? ബില്ല് ആക്സെപ്റ്റ് ചെയ്തിട്ട് അയാൾ അത് ഡ്രോവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അവിടുത്തെ ജേണൽ എൻട്രി എങ്ങനെയാ വരിക? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഇത് ക്ലിയർ ആയോ? ഈ 2 കേസ് ക്ലിയർ ആയോ? ഈ 2 കേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ 4 സിറ്റുവേഷനിലും സെയിം ആയിരിക്കും. ഇതായിരിക്കും ഫസ്റ്റ് വരുന്ന ജേണൽ എൻട്രി. 2 പേരുടെയും ബുക്കിൽ, ഡ്രോവറുടെ ബുക്കാണെന്നുണ്ടെങ്കിലും ഡ്രോയിയുടെ ബുക്കാണെന്നുണ്ടെങ്കിലും രണ്ടിലും ഫസ്റ്റ് വരുന്ന 2 ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇത് സെയിം ആയിരിക്കും. ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെന്നുണ്ടെങ്കിൽ പറയണേ. ഇത് സിമ്പിൾ അല്ലേ? നമ്മൾ പഠിക്കുന്ന ജേണൽ എൻട്രി ആണ് അല്ലെ? ബിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ. ഡ്രോയിയുടെ ബുക്ക് ആയതുകൊണ്ട് ബിൽസ് പേയബിളേ വരുള്ളൂ. ഡ്രോവറുടെ ബുക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ബിൽസ് റിസീവബിളേ വരുള്ളൂ.
ഇനി അടുത്തത് ഫസ്റ്റ് കേസ് എന്താ, ടിൽ മെച്ചൂരിറ്റി ഡേറ്റ് അല്ലെ, മെച്ചൂരിറ്റി ഡേറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ബില്ല് ഹോൾഡ് ചെയ്യാണ്. അപ്പൊ മെച്ചൂരിറ്റി ഡേറ്റ് ആവുമ്പോ ആ ബില്ലിന്റെ മേലെ ക്യാഷ് കിട്ടുമല്ലോ. ക്യാഷ് കിട്ടുമ്പോ ആ ബില്ല് ക്യാൻസൽ ചെയ്യണ്ടേ. അപ്പൊ ഡെബിറ്റിലുള്ള ബിൽസ് റിസീവബിളിനെ നമ്മൾ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യണം, നമുക്ക് ക്യാഷ് കിട്ടാണ്. അപ്പൊ ക്യാഷ് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് ഓർ ബാങ്ക്, ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ബാങ്ക് ആയിട്ട് കിട്ടും അല്ലെ. അപ്പൊ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, മെച്ചൂരിറ്റി ഡേറ്റിന്റെ അന്നുള്ള ജേണൽ എൻട്രി. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ ആയിരിക്കും ഡ്രോവറുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രി. ഓക്കെ, അയാൾക്ക് ഡ്രോവർക്ക് എന്ത് കിട്ടി, ആ ബില്ലിന്റെ മേലെ ഇപ്പൊ 10,000 രൂപയുടെ ബില്ലാണെന്നുണ്ടെങ്കിൽ ആ 10,000 രൂപ അയാൾക്ക് കിട്ടി. അപ്പൊ ആ ഒരു ബില്ല് അയാൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു, ക്യാഷ് ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഡ്രോയിയുടെ ബുക്കിൽ ഡ്രോയി എന്ത് ചെയ്തു, ക്യാഷ് കൊടുത്തു അല്ലെ, ആ ബില്ലിന്റെ മേലെ എന്ത് ചെയ്തു, ക്യാഷ് കൊടുത്തു. അപ്പൊ ഡ്രോയിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്തത്. അപ്പൊ എന്താ ജേണൽ എൻട്രി വരിക, ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ആ ബില്ലിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ക്രെഡിറ്റിലായിരുന്നു ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് ആവും. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇതാണ് ഫസ്റ്റ് കേസിൽ വരുന്ന ജേണൽ എൻട്രി. when the bill is retained by the holder till maturity, maturity date വരെ ബില്ല് ഹോൾഡ് ചെയ്താലുള്ള ജേണൽ എൻട്രി. ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ കേസ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത് അല്ലെ. വെൻ ദ ബിൽ ഈസ് ഡിസ്കൗണ്ടഡ്, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ രണ്ട് കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, സെയിം ആയിരിക്കും. ആദ്യ സാധനങ്ങൾ കടത്തിന് വിറ്റു, അതേപോലെ തന്നെ ബില്ല് ആക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ബില്ല് റിസീവ് ചെയ്തു. ഇതാണ് ഫസ്റ്റത്തെ രണ്ട് കേസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നതാണ് നമ്മൾ അവിടെ മെച്യൂരിറ്റി ഡേറ്റ് വരെ ഹോൾഡ് ചെയ്ത് അതിനുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ പഠിച്ചത്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ നമ്മൾ പറഞ്ഞു. ആ കേസിന് പകരം ഇവിടെ എന്താ, മൂന്നാമത്തെ കേസിലാണ് ചേഞ്ചസ് വരിക. ഇവിടെ എന്താണ് ചെയ്യുന്നത്, വെൻ ദ ബിൽ ഈസ് ഡിസ്കൗണ്ടഡ് ആണ്. ബില്ല് എന്താ ചെയ്തത്, ഡിസ്കൗണ്ട് ചെയ്യാണ് ചെയ്തത്. അപ്പൊ എന്താ ചെയ്യാം, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ. ഡ്രോയറുടെ ബുക്കിൽ എങ്ങനെയാ വരിക, വെൻ ദ ബില്ല് ഈസ് ഡിസ്കൗണ്ടഡ്, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, അയാൾക്ക് എന്ത് ചെയ്യാണ്, ക്യാഷ് കിട്ടി അല്ലെ, ക്യാഷ് കിട്ടി. പക്ഷെ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് അലോ ചെയ്തു. അയാൾ ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അല്ലെ, ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നുണ്ട്. ഡിസ്കൗണ്ട് അലോ ചെയ്താൽ അത് ഡെബിറ്റിലല്ലേ വരിക, എക്സ്പെൻസ് അല്ലേ. അപ്പോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ. അയാൾ റിസീവ് ചെയ്ത ബില്ലിനെ ക്യാൻസൽ ചെയ്യണം. പകരം അയാൾക്ക് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, ഒരു ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ എന്നായിരിക്കും ജേണൽ എൻട്രി വരിക ഡ്രോയറുടെ ബുക്കില്. അതേ എൻട്രി തന്നെ അതേ കേസിൽ തന്നെ ഡ്രോയിയുടെ ബുക്കിൽ എന്താ വരിക, സെയിം ആയിരിക്കും. മെച്യൂരിറ്റി ഡ്രോയ്ക്ക് ഇതൊന്നും ബാധകല്ല. കാരണം ഡ്രോവർ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താലും അല്ലെങ്കിൽ എൻഡോസ് ചെയ്താലും ഇനിയിപ്പോ സെന്റ് ഫോർ കളക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഡ്രോയിനെ അതൊന്നും അഫക്ട് ചെയ്യില്ല. കാരണം എന്താ, അവർക്ക് അതൊന്നും അറിയേണ്ട കാര്യമല്ല. ആ ഒരു ഡേറ്റ് ആവുന്ന സമയത്ത്, മെച്യൂരിറ്റി ഡേറ്റ് ആവുന്ന സമയത്ത് ക്യാഷ് കൊടുക്കണം, അത്രയേ ഉള്ളൂ അവർക്ക്. അത് ആർക്കായാലും അവരത് കൊടുക്കണം. അപ്പൊ സെയിം ആയിരിക്കും. 4 കേസിൽ എന്തായിരിക്കും, ജേണൽ എൻട്രി സെയിം ആയിരിക്കും. മെച്യൂരിറ്റി ഡേറ്റിൽ വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അല്ലാതെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തത് എൻട്രി ഒന്നും ഡ്രോയിയുടെ ബുക്കിൽ വരില്ല. കാരണം ഡ്രോയിനെ അത് അഫക്ട് ചെയ്യില്ല. അത് ഡ്രോയറുടെ ബുക്കിൽ മാത്രം വരുന്ന എൻട്രിയാണ്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്താല് മെച്യൂരിറ്റി ഡേറ്റിൽ എന്ത് ചെയ്യണം, ഡ്രോയി ക്യാഷ് കൊടുക്കണം. ആ ഒരു എൻട്രി മാത്രമാണ് ഡ്രോയിയുടെ ബുക്കിൽ വരിക. ഈ കേസ് ക്ലിയർ ആയോ? വെൻ ദ ബില്ല് ഈസ് ഡിസ്കൗണ്ട്, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ബില്ല് എന്ത് ചെയ്തു, ആ ഡ്രോയർ റിസീവ് ചെയ്ത ബില്ല് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം അല്ലെ. അതിന് പകരം ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു, ഇവിടുന്ന് ക്യാഷ് കിട്ടി അല്ലെങ്കിൽ ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ എന്ന് വരും ജേണൽ എൻട്രി. ഇനി ഡ്രോയുടെ ബുക്കിലാണെന്നുണ്ടെങ്കിൽ സെയിം ആയിരിക്കും. മെച്യൂരിറ്റി ഡേറ്റ് ആവുന്ന സമയത്ത് ആ ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ക്യാഷ് കൊടുക്കണം. അപ്പൊ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഇതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മെച്യൂരിറ്റി ഡേറ്റ് വരെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. രണ്ടാമത്തെ കേസ് പറഞ്ഞത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന കേസ്. ക്ലിയർ?
ഈ പറയുന്നത് മൂന്നാമത്തെ കേസാണ് കേട്ടോ. മൂന്നാമത്തെ കേസിൽ എന്താ, എൻഡോസ്മെന്റ് ഓഫ് ബില്ല് അല്ലെ. ആ റിസീവ് ചെയ്ത ബില്ല് എന്ത് ചെയ്തു, ഡ്രോയർ എൻഡോസ് ചെയ്തു. Endorsement is a written order on the back of the instrument by a payee